പാലക്കാട് നിന്ന് സന്തോഷ് സർലിംഗ് നമ്മൾക്കൊപ്പം ചേരുന്ന സമയമാണിത്. പാലക്കാട് നമുക്കറിയാം, പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിനെ UDF-നെയും അമ്പരപ്പിച്ചുകൊണ്ട് അവിടേക്ക് വന്ന ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് വല്ലാതെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെയും കവച്ചുവെച്ച് മുന്നോട്ട് പോകുന്ന നില നമ്മൾ കണ്ടതാണ്. ഇടതിൻ്റെ വളരെ സമഗ്രാധിപത്യമുള്ള ഒരു ജില്ല, ആ സവിശേഷതകളിൽ നിന്നുകൊണ്ടുള്ളൊരു പ്രചാരണ രംഗം കണ്ടു. വലിയ ആത്മവിശ്വാസം ഇടതു മുന്നണിക്ക് പാലക്കാടിൻ്റെ വിജയത്തെ സംബന്ധിച്ചുണ്ട്. ആ നിലവിലെ വിജയം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണോ പരസ്യപ്രചാരണം കഴിയുമ്പോഴും ഇടതു മുന്നണി കണക്കുകൂട്ടുന്നത്? UDF-ഉം BJP-യും അവരുടെ കണക്കുകൂട്ടലുകൾ എന്താണ്? സന്തോഷ്. ശരത്ത്, 23 ദിവസം നീണ്ട പ്രചാരണം എന്തായാലും അല്പസമയം മുമ്പ് സമാപിച്ചിരിക്കുന്നു. ആകെ 71 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്നത്. എന്തായാലും പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ശരത്ത് നേരത്തെ ചോദിച്ചതുപോലെ ഓരോ പാർട്ടികളുടെയും പ്രതീക്ഷകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2021 ഈ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നായിരുന്നു, 2 എണ്ണമാണ് UDF-ന് ലഭിച്ചത്. ഇത്തവണയാകട്ടെ ഈ 12 എണ്ണം തന്നെ നേടിയെടുക്കും എന്നാണ് ആദ്യമേ തന്നെ LDF പ്രഖ്യാപിച്ചത്. UDF ആകട്ടെ ഒരു 5 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ BJP NDA പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ A ക്ലാസ് മണ്ഡലമായി കരുതിയിരിക്കുന്ന ഈ പാലക്കാട് നിയോജക മണ്ഡലം തന്നെയാണ്. ആദ്യഘട്ടം മുതൽ അങ്ങനെ തന്നെയായിരുന്നു പ്രവർത്തനം. പക്ഷേ പാലക്കാട് ജില്ലയെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലം, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സുൽത്താൻപേട്ടിലാണ് അല്പസമയം മുമ്പ് ഈ എല്ലാവരുടെയും കൊട്ടിക്കലാശം സമാപിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞത്. ഇവിടെ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ആണ് ഇടതുപക്ഷം ഒരു മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു. ബാക്കി 2 സ്ഥാനാർത്ഥികൾക്ക് ശോഭാ സുരേന്ദ്രൻ വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ A ക്ലാസ് മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അനായാസേന വിജയിക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പുറത്താകട്ടെ കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് മണ്ഡലമായി തന്നെ കരുതുന്നു. രമേശ് പിഷാരടിയെ പോലെ ഒരു ചലച്ചിത്ര താരത്തെ നിർത്തുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം പിന്നിടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആശങ്ക ഈ NDA-യുടെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ക്യാമ്പുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി പരസ്പരം പോരടിക്കുന്നത് കണ്ടു. പക്ഷെ അപ്പോഴും ആശങ്കയൊന്നുമില്ലാതെ മുന്നേറിയത് ഇടതുപക്ഷം എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ NM റസാഖിനെ ആദ്യം നിശ്ചയിക്കുമ്പോഴുള്ള ഒരു പ്രതിച്ഛായ അല്ല ഇപ്പോൾ ഈ 23 ദിവസം കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ജനകീയനാണ്, ജനങ്ങളോട് ഇടപഴകാൻ കഴിയുന്നു, രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നു എന്നതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാവുന്നത് പാലക്കാട് നിയോജകമണ്ഡലം തന്നെയാണ്. അവിടെ തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പോകുമ്പോഴും ഒരു വലിയൊരു മുൻതൂക്കം, അല്പമെങ്കിലും മുൻതൂക്കം മുന്നോട്ട് വയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്. ശരത്.